പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. പ്രതി രാഹുൽ പി ഗോപാലിനെ ബംഗളൂരുവിലെത്തിച്ച പി രാജേഷിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം രാഹുൽ പി ഗോപാലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. CBI മുഖേനയാണ് കേരള പോലീസ് ഇന്റർപോളിന് കത്തയച്ചത്. ജർമ്മനി, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവരങ്ങൾക്കായാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഇന്റർപോളിന് അപേക്ഷ നൽകിയത്. പ്രതി രാഹുൽ പി ഗോപാലിന്റെ മാതാവിനെയും സഹോദരിയെയും ഇന്ന് ചോദ്യം ചെയ്യും. ദീപക് ധർമ്മടവും രാഹുൽ സുരേഷുമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക്, എന്താണ് ഈ രാജേഷിന്റെ റോൾ? രാജേഷും രാഹുലുമായി സൗഹൃദമാണോ? വേണു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജേഷ് ഈ കേസിലെ ഒരു നിർണായക കണ്ണിയാണ് എന്നുള്ളതാണ്. രാഹുലിന്റെ സന്തത സഹചാരിയായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒടുവിൽ പറവൂരിലെ വസതിയിൽ വെച്ച് ഇരയുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അതിലും രാജേഷിനെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. പക്ഷേ രാജേഷ് മുങ്ങിയിരിക്കുകയായിരുന്നു. ആ രാജേഷിനെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രാജേഷിൽ നിന്നും നിർണായകമായ വിവരങ്ങളും തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് റോഡ് മാർഗം രാജേഷ് ആണ് രാഹുലിനെ എത്തിച്ചത്. വിമാനത്താവളത്തിൽ നിന്നും ആദ്യ ഡെസ്റ്റിനേഷനായ സിംഗപ്പൂരിലേക്കും അത് കഴിഞ്ഞ് ജർമ്മനിയിൽ രാഹുൽ എത്തി എന്നുള്ള വിവരം വാട്സപ്പ് സന്ദേശമായി അയച്ചതിന്റെ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ശാസ്ത്രീയമായി സൈബർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നു. സമാന്തരമായി ബ്ലൂ കോർണർ നോട്ടീസ് നൽകിക്കൊണ്ട് ജർമ്മനിയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. മറ്റൊന്ന്, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. ഈ വേളയിലാണ് ഏറ്റവും നിർണായകമായ ഈ കേസിലെ ഇടനിലക്കാരൻ ഇതിലെ ഒരു ഷെൽട്ടറിംഗ് അല്ലെങ്കിൽ ഒരു ഹാർബറിംഗ് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രതിയെ രക്ഷപ്പെടാൻ രാജ്യം വിടാൻ വേണ്ടിയുള്ള സഹായം ചെയ്തു എന്നുള്ളതാണ് നിർണായകമായ ഒരു കാര്യം. മറ്റൊന്ന്, ഈ ഗാർഹിക പീഡന കേസിലെ നിർണായക മൊഴിയിലും ഈ മാങ്കാവ് സ്വദേശി പി രാജേഷിന് കൃത്യമായ റോൾ ഉണ്ട് എന്ന് ഇര തന്നെ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതുമാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. രാജേഷിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. ഒരു രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വേണു ബാലകൃഷ്ണൻ. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ സുരേഷും അന്വേഷണ പുരോഗതിയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികൾ എവിടം വരെ? വേണു, ആദ്യഘട്ടത്തിൽ പോലീസ് പഴികേട്ടെങ്കിലും ഇപ്പോൾ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബവും വ്യക്തമാക്കുന്നത്. അത് സ്വീകരിക്കുകയും കൂടി പെൺകുട്ടിയുടെ കുടുംബം ചെയ്യുന്നു. ഈ രാഹുലിനെ വിദേശത്ത് നിന്നും കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ബ്ലൂ കോർണർ നോട്ടീസ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. അതിന് CBIയുടെ സഹായം കേരള പോലീസ് തേടിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇപ്പോൾ ജർമ്മനിയിലുള്ള ഈ രാഹുലിനെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കാൻ പോകുന്നത്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് പറഞ്ഞിരുന്നു ഈ സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട്, വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ ഈ കേസിൽ പ്രതി ചേർക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ കൂടിയാണ് ഇപ്പോൾ രാജേഷിന്റെ പങ്ക് വ്യക്തമാകുന്നതും രാജേഷിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും മാത്രമല്ല, രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും ഇന്ന് ചോദ്യം ചെയ്യുമെന്ന വിവരമാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്നത്. വേണു, ശരി, പന്തീരാങ്കാവ് കേസിൽ രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് കസ്റ്റഡിയിൽ. രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നു. ദീപക് ധർമ്മടവും രാഹുൽ സുരേഷുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.